ഹായ് ഹലോ ഗുഡ് ഈവനിങ്. വീഡിയോ ഇടാൻ കുറച്ച് വൈകി. വേറൊന്നുമില്ല, വൈകുന്നേരം ഒന്ന് ചെറുതായിട്ട് വീണു എന്ന് വെച്ചാൽ ചെറുതായിട്ടല്ല, ഒന്ന് നന്നായിട്ട് തന്നെ വീണു. വേസ്റ്റ് കളയാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ മഴയൊക്കെ അല്ലേ, നല്ല വഴുക്കലുണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല. അപ്പോൾ കാല് വഴുക്കിയിട്ട് വീണു. അപ്പോൾ കൈയൊക്കെ പൊട്ടി ചോരയൊക്കെ വന്നു. അതിനേക്കാളും പെയിൻ എന്ന് പറയുന്നത് ശരീരം മൊത്തം വേദന എടുക്കുക. ഇടുപ്പ് നന്നായിട്ടൊന്ന് കുത്തിയതുകൊണ്ട് ഇടുപ്പും നമ്മുടെ ഈ കഴുത്തും രണ്ട് കൈയും എല്ലാവിടെയും വേദനിക്കുന്നുണ്ട്. അപ്പം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ചിട്ട് അന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് പൊട്ടി. അപ്പം മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. നല്ല വേദന. അപ്പോൾ ആ സമയത്ത് ഒരു തരിപ്പ് പോലെ ആയതുകൊണ്ട് എനിക്കൊന്നും അറിഞ്ഞില്ല. എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നതും ജോലിയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അനങ്ങാൻ പറ്റുന്നില്ല, ശരീരമൊക്കെ നല്ലപോലെ വേദന എടുക്കുന്നു. എന്തായാലും സാരമില്ല, വീഡിയോ മുടക്കണ്ടെന്ന് വിചാരിച്ചു. അതോ വന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് വന്നത്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. വേറൊന്നുമല്ല, ഇന്ന് എല്ലാവരുടെയും തിരക്ക് പിടിച്ച ജീവിതശൈലിയാണല്ലേ. അതുകൊണ്ട് തന്നെ പലർക്കും ഉറക്കക്കുറവ് വളരെ കണ്ടുവരുന്നുണ്ട്. ഉറക്കക്കുറവ് മീൻസ് ആർക്കും ഉറങ്ങാനുള്ള സമയം പോലും കിട്ടാത്ത വിധം ജോലി മറ്റു കാര്യങ്ങളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു ദിവസം ഉറക്കം എന്ന് പറയുന്നത് എത്ര മണിക്കൂർ ഉറങ്ങണം, അത് ഉറക്കം നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം ശാരീരിക മാനസികമായിട്ട് നമുക്ക് എത്രമാത്രം പ്രയോജനകരമായ ഒന്നാണെന്നും അത് ഉറങ്ങാതിരുന്നാൽ അത് നമുക്ക് എത്രമാത്രം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ബാധിക്കുന്നുണ്ടെന്നും അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ജീവിതത്തിലോട്ട് ഇതിലെ നല്ല കാര്യങ്ങളെല്ലാം ജീവിതത്തിലോട്ട് പകർത്താൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും ഇന്ന് ഉറക്കക്കുറവ് വളരെയധികം നേരിടുന്നുണ്ട്. കൂടുതലും വർക്ക് തന്നെയാണ്. ആർക്കും ഉറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല. നൈറ്റ് വർക്കിന് പോകുന്നവർ ഒത്തിരി പേരുണ്ട്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും കൂടി ആൾക്ക് നൈറ്റ് വർക്ക് ധാരാളം ഉണ്ട്. അപ്പോൾ സൈറ്റിലൊക്കെ പോയിട്ട് എപ്പോഴാണ് വരിക, എപ്പോഴാണ് പോകാമെന്ന് പോലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആളിവിടെ ഉണ്ടാവാറേ ഇല്ല. അപ്പോൾ എന്നും ഉറക്കത്തിൻ്റെ കുറവ് പലരും അനുഭവിക്കുന്നുണ്ട് അല്ലേ. അവർക്ക് പ്രഷർ, അത് പല കാരണം ഉറങ്ങുന്നില്ല. പക്ഷേ അത് ആരോഗ്യത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. കാരണം മസ്റ്റായിട്ട് നമ്മൾ ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത്. ആ ഉറക്കത്തിലൂടെ നമ്മൾ ശാരീരികമായും മാനസികമായിട്ടും നമുക്ക് ആരോഗ്യത്തോടു കൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. കാരണം ഉറക്കം കുറഞ്ഞാൽ അത് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. പിറ്റേ ദിവസം നമുക്ക് അതിൻ്റേതായ ക്ഷീണങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും. ശരീരവേദന, ഉന്മേഷക്കുറവ്, തലവേദന, ഒരു ഓർമ്മക്കുറവ്, അങ്ങനെ നമുക്ക് ജോലിയോടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നല്ല വിധത്തിൽ കഴിയത്തില്ല. അത് നമ്മൾ ശാരീരികമായിട്ടും തന്നെ നമ്മൾ വളരെയധികം അത് ഡൗൺ ആക്കുന്ന ഒന്നാണ്. കാരണം നല്ല ഉറക്കം ഉണ്ടെങ്കിൽ നല്ലൊരു ലൈഫും കൂടി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. കാരണം ജീവിതത്തിലെ ഉറക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത്രയും മുതിർന്നവർ 8 മണിക്കൂർ മസ്റ്റായിട്ട് ഉറങ്ങണം എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളാണെങ്കിൽ 9 മണിക്കൂറെങ്കിലും നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ ഉറക്കണം. അപ്പോൾ ഇന്നത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ രാത്രി 12 മണിക്ക് നമ്മൾ എപ്പോഴാണോ കിടക്കുന്നത് അപ്പോഴാണ് കുട്ടികളും കിടക്കുന്നത്. ഫോണിൽ കളിച്ചിട്ടും TV നോക്കിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ നടന്നിട്ടും കുട്ടികൾ പോലും നേരെ ഉറക്കം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ 8 മണിക്കെങ്കിലും പരമാവധി ഭക്ഷണം കൊടുത്ത് അവരെ നേരത്തെ ഉറക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത്യാവശ്യം നേരത്തെ എണീപ്പിക്കാൻ ശ്രമിക്കുക. അതൊരു ജീവിത ചിട്ട പോലെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ കുട്ടികൾ ഫോണിൽ നോക്കി ഉറങ്ങുന്നത് തന്നെ 12 മണിക്കും 1 മണിക്കുമാണ്. അതിപ്പോൾ അറിയത്തില്ല, പിന്നീട് അത് ജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ.
മാനസിക ശാരീരിക ആരോഗ്യത്തിന് വളരെയധികം ഉറക്കം അത്യാവശ്യമാണ്. എന്നാൽ നമുക്ക് നമ്മുടെ പിറ്റേന്ന് എണീറ്റ് നമ്മുടെ ജോലി നല്ല രീതിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മസ്റ്റായിട്ട് മുതിർന്നവർ 8 മണിക്കൂർ ഉറങ്ങണം എന്നാണ് പറയണത്. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നത് എത്ര മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ? 4 അവർ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളെങ്കിൽ ആ 4 അവർ നമ്മളെ മനസ്സ് വിട്ട് നന്നായിട്ട് ഉറങ്ങണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നല്ല ഉറക്കം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടറെ കണ്ടായിരുന്നു. ചുമ്മാ ഒരു ഹെൽത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടറെ ഹെൽത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉറക്കം എങ്ങനെയാണ്, ഫുഡിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അവർ അന്വേഷിക്കുമല്ലോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾക്കിപ്പോൾ ഇത്ര മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നത് 4 മണിക്കൂറാണോ അല്ലെങ്കിൽ 5 മണിക്കൂറാണോ, ആ ഉറങ്ങുന്നത് നല്ല രീതിയിലുള്ള ഉറക്കമായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾക്ക് കിടന്ന ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവരുണ്ടല്ലേ, ഞാൻ എന്നും സ്വപ്നം കാണുന്ന ഒരാളാണ്. ഇപ്പം പകൽ ജസ്റ്റ് കിടന്നാൽ കൂടി ഉറങ്ങിപ്പോയാൽ എനിക്ക് സ്വപ്നം കാണും, ഡെയിലി സ്വപ്നം കാണും. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കാണുന്നവരാണെങ്കിൽ അത് നല്ല ഉറക്കമല്ല എന്നാണ് പറയുന്നത്. സ്വപ്നം കാണാതെ ഇങ്ങനെ മനസ്സ് വിട്ട് ഉറങ്ങുന്നില്ലേ, അതാണ് യഥാർത്ഥ നല്ല ഉറക്കം. അങ്ങനെ ഉറങ്ങാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായി ഉറങ്ങി. അതെല്ലാം നമ്മൾ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ അത് നല്ലൊരു ഉറക്കമല്ല എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അത് മാനസിക ശാരീരിക നമ്മുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും നമ്മുടെ ദീർഘ ആയുസ്സിന് പോലും ഉറക്കം എന്ന് പറയുന്നത് മസ്റ്റാണ്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്താനും നമ്മുടെ സൗന്ദര്യം നിലനിർത്താനും സ്കിന്നിൻ്റെ നിറം നിലനിർത്താനും എല്ലാത്തിനും തന്നെ ഉറക്കം മസ്റ്റാണ്. അപ്പം നന്നായി ഉറങ്ങിയേ പറ്റി. ജോലി തിരക്കാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഉറക്കം മാറ്റി വയ്ക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ പലരും പറയും പകൽ കിടന്ന് ഉറങ്ങാമെന്ന്. അതൊരു നല്ലൊരു ഉറക്കമല്ല. നമ്മൾ ഉറങ്ങേണ്ടത് രാത്രിയാണ്. പകലെന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സമയമാണ്. രാത്രി എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. സത്യത്തിൽ ഒരു മനുഷ്യൻ സൂര്യൻ ഉദിക്കുമ്പോൾ ഉണരുകയും സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി റെസ്റ്റിലോട്ട് പോവുകയും ചെയ്യണമെന്നാണ് സത്യത്തിൽ പറയുന്നത്. കാരണം സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു 6 മണി 5:45 6 മണിക്കുള്ളിൽ നമ്മൾ എണീക്കുക. എന്നിട്ട് ഒരു സൂര്യാസ്തമയം എപ്പോഴാണോ 6 മണിക്ക് ശേഷമൊക്കെ സൂര്യാസ്തമിക്കുന്നു. അപ്പോൾ ആ സമയത്തോടു കൂടി നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് പിന്നെ അതിന് ശേഷം നമുക്ക് റെസ്റ്റിംഗ് ടൈം ആയിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ ജീവിതം ശരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പകല് പണിയെടുക്കുകയും രാത്രി റെസ്റ്റ് ചെയ്യുകയും വേണം. രാത്രിയത്തെ ഉറക്കമാണ് ശരിയായ ഉറക്കം. പകല് കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. കാരണം രാത്രി ഉറങ്ങുമ്പോഴേ രാത്രിയാണല്ലോ നമ്മൾക്ക് നമ്മുടെ എല്ലാ ശരീര അവയവങ്ങളും റെസ്റ്റ് കൊടുക്കേണ്ട സമയം. അതിനാണല്ലോ നമുക്ക് രാത്രി തന്നിരിക്കുന്നത്. നമ്മൾ രാത്രിയൊന്നും ഉറങ്ങാതെ പകല് കിടന്ന് ഉറങ്ങിയിട്ട് അപ്പോൾ ഉറങ്ങുന്ന ശരിയായൊരു ഗുണം ഒരിക്കലും പകല് കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് കിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഉറങ്ങേണ്ടത് രാത്രി തന്നെയാണ്. രാത്രി നന്നായിട്ട് ഉറങ്ങാം. മിനിമം ഒരു 10 മണിക്കെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. 10 മണിക്ക് ഉറങ്ങുക, ഒരു 6 മണിക്ക് എണീക്കുക. അതാണ് ശരിയായ ഒരു ജീവിതശൈലി. അങ്ങനെ ആയിരിക്കണം. പിന്നെ കുഞ്ഞുങ്ങൾ ഫോണിൽ കളിച്ച് നടക്കുന്ന കുട്ടികളിൽ നിന്ന് മിക്ക കുട്ടികളും ഞാൻ കണ്ടിട്ടുള്ള പല കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ. എൻ്റെ ഫാമിലിയിൽ കുഞ്ഞുങ്ങളെയും കൂടി തന്നെ ഞാൻ പറയുന്നത് എല്ലാവരും ഫോണിൽ കളിച്ച് നടക്കുന്ന കുട്ടികളാണ്. 11 മണിക്കും 12 മണിക്കും 1 മണിക്കും ഉപ്പമാർ കിടക്കുമ്പോഴേ കുഞ്ഞുങ്ങളും കിടക്കുന്നുള്ളൂ. അങ്ങനെ അവർ ഒരിക്കലും ശീലിപ്പിക്കരുത്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യിപ്പിച്ച് ഹോംവർക്കൊക്കെ ചെയ്യിപ്പിച്ച് കുറച്ച് കളിക്കാൻ വിടുക. അതിന് ശേഷം നേരത്തെ ഫുഡ് കൊടുത്ത് എങ്ങനെ ഒരു 8 മണി 9 മണിക്കുള്ളിൽ പരമാവധി അവർ ഉറക്കാൻ ശ്രമിക്കുക. അവർ പറഞ്ഞത് അനുസരിക്കുന്നില്ലായിരിക്കാം, എങ്കിലും അവർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സ്നേഹത്തോടെ നമ്മൾ പറയേണ്ട രീതിക്ക് പറഞ്ഞ് നമ്മൾ കുട്ടികളെ ശരിയാക്കാൻ പറ്റും. നിങ്ങൾ ദേഷ്യപ്പെടാനും തല്ലാതും പിടിക്കാനൊന്നും പോകണ്ട. നല്ല രീതിക്ക് പറഞ്ഞ് അവർ ഉറക്കാൻ ശ്രമിക്കുക. കാരണം 9-10 മണിക്കൂർ നല്ല ഉറക്കം കുഞ്ഞുങ്ങൾക്കും വേണം. അത് അവരുടെ ശാരീരിക വളർച്ചയ്ക്കും അവരുടെ ഓർമ്മശക്തിക്ക് അവരുടെ മാനസിക ആരോഗ്യത്തിന് എല്ലാത്തിനും അവരുടെ എല്ലാ ആരോഗ്യവും നമ്മുടെ ഉറക്കത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഉറക്കം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ അത്ര
അത്രമാത്രം മസ്റ്റായ ഒന്നാണ്. കുഞ്ഞുങ്ങളെന്നല്ല നമ്മളെല്ലാവരും നന്നായി ഉറങ്ങണം. ഉറങ്ങാൻ പരമാവധി ശ്രമിക്കുക. അതല്ല നിങ്ങൾക്ക് നൈറ്റ് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ ജോലിക്ക് പോകണം, നേഴ്സാണെങ്കിൽ നെറ്റ് വർക്കിന് പോയേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഇതേ വഴിയുള്ളൂ. പാവങ്ങൾക്ക് പകലേ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവരുടെ അവസ്ഥയാണ്. അപ്പോൾ ഒട്ടും പറ്റാത്തവർ പകൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. റൂമൊക്കെ നന്നായി ഇരുട്ടാക്കാൻ ശ്രമിക്കുക. പകൽ ഉറങ്ങുകയാണെങ്കിൽ ഇരുട്ട് മുറിയിൽ, അത്യാവശ്യം വെട്ടവും വെളിച്ചമൊന്നും വരാത്ത ഇരുട്ട് മുറിയിൽ ഒരു ശല്യമില്ലാതെ അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് ഉറങ്ങാൻ പറ്റുന്ന രീതിക്ക് നല്ല റൂമിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. പിന്നെ മസ്റ്റായിട്ട് ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനുള്ള ഒരു ഇട ആയിരിക്കണം. അത് കാരണം നമ്മൾ മിക്കവരും രാത്രി എല്ലാ വർക്കും കഴിഞ്ഞ് 10 മണി 11 മണിക്ക് വന്ന് ഫോണിൽ നോക്കിയിട്ട് ബെഡിൽ ഇങ്ങനെ കിടക്കുന്നവരാണ്. ആ ഫോണിൽ നോക്കി കിടക്കുമ്പോൾ നമുക്കൊരിക്കലും സ്ക്രീന് നോക്കിക്കൊണ്ടിരുന്ന ഒരിക്കലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഉറങ്ങുന്നതിനും 1 മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ഓഫ് ചെയ്യണം. സ്ക്രീൻ ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫോൺ ഓഫ് ചെയ്യണം. ഫോൺ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക, എന്നാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ നേരം വെളുക്കുന്നവർ ആ ഫോണിൽ നോക്കിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അങ്ങനെ ഒത്തിരി പേര് ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനുള്ള ഇടമായിരിക്കണം. അത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡിലോട്ട് നമ്മൾ പറഞ്ഞ് നമ്മളത് ശീലിപ്പിച്ച് വെക്കണം. കാരണം ബെഡ്റൂം ഫോൺ യൂസ് ചെയ്യുക ഹാളിൽ വെച്ചിട്ട് കിടന്നിട്ടോ ഇരുന്നിട്ടോ നിങ്ങൾ എങ്ങനെ ഇഷ്ടം പോലെ ഫോൺ യൂസ് ചെയ്തോളൂ. യൂസ് ചെയ്തതിന് ശേഷം ബെഡ്റൂമിലോട്ട് കിടക്കാൻ വരുമ്പോൾ ഫോൺ കൊണ്ട് വരാതിരിക്കുക. ഫോണ് അത് ഹാളിൽ എവിടെയെങ്കിലും ഭദ്രമായിട്ട് സെൽഫിലോ എവിടെയെന്ന് വെച്ചാൽ സൂക്ഷിച്ചിട്ട് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഫോണില്ലാതെ നിങ്ങൾ ഉറങ്ങാനായിട്ട് വരിക. അത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമ്മൾ മെൻ്റലി നമ്മൾ അതിലോട്ട് നമ്മുടെ മൈൻഡിനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനുള്ള ഇടമാണ് എന്ന് നമ്മുടെ മൈൻഡിനെ നമ്മൾ പഠിപ്പിക്കാൻ നമ്മളെ മൈൻഡിനെ സെറ്റ് ചെയ്ത് വെച്ചു. ബെഡ്റൂം നമുക്ക് ഉറങ്ങാനുള്ള സ്ഥലം എന്ന് നമ്മൾ ഡെയിലി അങ്ങനെ ചെയ്ത് നമ്മൾ മൈൻഡിനെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ താനെ നമ്മൾ ബെഡ്റൂമിൽ വരുമ്പോൾ നമുക്ക് ഉറക്കം വരും. അതല്ല ഈ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, സ്ക്രീൻ നോക്കിക്കൊണ്ടിരുന്നാൽ ഉറക്കം വരില്ല. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോൺ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ബെഡ്റൂമിൽ ഫോൺ യൂസ് ചെയ്യരുത്. കാരണം ഉറങ്ങാനുള്ള സ്ഥലമാണ് ബെഡ്റൂം എന്നുള്ളത് നമ്മുടെ മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കി പഠിപ്പിച്ച് വെച്ചേ പറ്റൂ. അപ്പോൾ താനെ ബെഡ്റൂമിൽ വരുമ്പോൾ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ താനെ ഉറങ്ങിപ്പോകും. ഉറക്കം അത്രമാത്രം മസ്റ്റായ ഒന്നാണ്. ഇന്നത്തെ തലമുറകൾക്കൊന്നും ഉറക്കം പറയുന്ന സാധനം ഇല്ല. നൈറ്റൊക്കെ കൂടുതൽ പേരും ഇന്ന് നൈറ്റ് കറങ്ങാൻ പോകുന്നവരും നൈറ്റ് 12 മണിക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നവരും അങ്ങനെയുള്ളവരൊക്കെയാണ്. ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനെ ആയിപ്പോയി. പക്ഷേ ആ ശീലം അവർക്ക് ഇപ്പോൾ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കാം, അതൊരു സുഖം കിട്ടുന്നുണ്ടാവും, സന്തോഷം കിട്ടുന്നുണ്ടാവും. പക്ഷേ അത് നാളെ ഭാവിയിൽ നിങ്ങളുടെ ശാരീരിക മാനസികാവസ്ഥയിലെ എത്രമാത്രം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളത് അത് പിന്നീട് അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉറക്കത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണീക്കുക. അതൊരു ശീലമായി മാറ്റാൻ ശ്രമിക്കുക. കാരണം ഉറക്കം മസ്റ്റാണ്. അത് അത്രമാത്രം നമ്മുടെ ശാരീരിക മാനസിക ഹെൽത്തിന് ആവശ്യമുള്ള ഒന്നാണ്. ഉറക്കത്തിന് കളയാതിരിക്കുക, മനഃപൂർവ്വം കളയാതിരിക്കുക. ഒരു നിവൃത്തിയില്ലാത്തൊരു വർക്കിന് പോയേ പറ്റൂ എന്നുള്ള ഡോക്ടേഴ്സ്, നേഴ്സ്, അങ്ങനെ പല ആൾക്കാരുണ്ട്. അവർക്ക് നിവൃത്തിയില്ല. അവർക്ക് അങ്ങനെ ഉറക്കം നൈറ്റ് വർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ അവർക്ക് ചെറിയൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ അവർ ചെറുതായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ ശ്രമിക്കും. അത്രേ അവർക്ക് പറ്റുന്നുള്ളൂ. അത് അവരുടെ നിവൃത്തിക്കേടാണ്. അല്ലാത്തവർ മനഃപൂർവ്വം ഉറക്കത്തിനെ കളയാതിരിക്കുക, ഫോൺ മാറ്റി വയ്ക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോൺ മാറ്റുക. ബെഡ്റൂമിൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ബെഡ്റൂം നമുക്ക് ഉറങ്ങാനുള്ള സ്ഥലമാണെന്ന് നമ്മുടെ മൈൻഡിനെ നമ്മൾ പഠിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ താനെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ഉറങ്ങാനുള്ള സ്ഥലമാണെന്ന് നമ്മുടെ മൈൻഡിന് അറിയുമല്ലോ. അപ്പം നമ്മൾക്ക് ഉറക്കം താനെ വരും, നമ്മൾ ഉറങ്ങും. ഉറക്കത്തിനെ കളയാതിരിക്കുക, മനഃപൂർവ്വം കളയാതിരിക്കുക. എനിക്കതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.